ശ്രീകാന്ത്, ഈ അഡ്വക്കേറ്റ് ബലദേവിനെ പോലെയുള്ളവർ ഇപ്പോഴും പറയുന്നത് ഇത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ്. ഒരു പരിധിവരെ ഈ സഭാ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാനപരമായ കണക്കുകളും മറ്റു വിവരങ്ങളുമൊക്കെയാണ് സാധാരണ നിലയിൽ നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇന്ന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാറാം ജി വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് സാഹചര്യമുണ്ടാക്കിയ ശ്രീ പ്രേമചന്ദ്രന് കേരളത്തിന്റെ ജനം അഭിനന്ദനം പറയണം. കാരണം ഇത്രയും വലിയ സെസ് ഏർപ്പെടുത്തി അതിന്റെ പഴി മുഴുവനും കേന്ദ്രത്തിൽ അടിച്ചേൽപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നയത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് അത്. ഇതിന്റെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നമുക്ക് നടത്താം. അതിനു മുമ്പേ കേരളത്തിന് ഈ GST നടപ്പിലാക്കിയതിനു ശേഷം ജൂൺ 22, അതായത് നിയമം അനുസരിച്ച് 5 വർഷം GST നഷ്ടപരിഹാരം കൊടുക്കണം. ആ തോതിൽ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ